നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. റൗണ്ടപ്പ് തുടരുന്നു. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ CPIM-നെ പ്രതിക്കൂട്ടിലാക്കി മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ. നിക്ഷേപ തുക തിരികെ ചോദിച്ച സാബുവിനോട് തനിക്ക് അടികിട്ടേണ്ട സമയം കഴിഞ്ഞുവെന്നാണ് മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. മരണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞതിൽ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ വിഷയമൊന്നും മാറ്റണ്ട. നമ്മൾ പറഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് പണി മനസ്സിലാക്കി തരാം. കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന പരാതി പറയാൻ വിളിച്ചപ്പോഴാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന VR സജിയുടെ ഈ ഭീഷണി. തന്റെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ വന്നതിനൊപ്പം ഭീഷണി കൂടി നേരിട്ടതോടെ സാബു പൂർണ്ണമായും തകർന്നു. സാബു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാബു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച്. ഓപ്പറേഷന്റെ കേസാണ്. സാബു ഭയങ്കരമായിട്ട് നിരാശയിലാണ്. പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാബു പിന്നെ 3 മണിയായപ്പോഴത്തേനും വിളിച്ചു. 3 മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളാണ് ഫോൺ എടുത്തത്. ആ പുള്ളി സാബുവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത്. കേസന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് CPIM പറയുന്നുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിക്ക്. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് വീട്ടിലെത്തി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മരണം കട്ടപ്പന തങ്കമണി CI-മാരുടെ നേതൃത്വത്തിലുള്ള 9 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേസമയത്ത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. 24 കട്ടപ്പന. സാബു തോമസിന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി. കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. 2 മണിയോടെയാണ് സാബുവിന്റെ മൃതദേഹം കട്ടപ്പനയിലെ വീട്ടിലെത്തിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ കരട് പട്ടികയിൽ സർവത്ര പിശക്. പട്ടികയിൽ നിന്ന് അർഹരായവർ ഒഴിവായതും പേരുകളിലെ ഇരട്ടിപ്പും ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അർഹരായ ആരും ഒഴിവാക്കപ്പെടില്ല എന്നുമാണ് സർക്കാരിന്റെ ഉറപ്പ്. മുണ്ടക്കൈ വിഷയം ചർച്ച ചെയ്യാൻ നാളെ പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. പുനരധിവസിപ്പിക്കേണ്ട 388 പേരുടെ കരട് പട്ടികയിലാണ് കല്ലുകടി. മുണ്ടക്കൈ 11-ാം വാർഡിൽ മാത്രം 70 പേരുകളിൽ ഇരട്ടിപ്പ്. ചൂരൽമല 10, 12 വാർഡുകളിലെ അർഹരായ പലരും പട്ടികയിലില്ലെന്ന ആക്ഷേപം. അനർഹർ പലരും ഉൾപ്പെട്ടു. വാസയോഗ്യമല്ലെന്ന് സർക്കാർ കണ്ടെത്തിയ പുഞ്ചിരിമട്ടം പ്രദേശത്തെ പലരും കരട് പട്ടികയിലില്ല. കരട് പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ദുരന്തബാധിതർ ഉയർത്തിയത്. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തിയ പ്രതിഷേധക്കാർ LSGD ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയതായിരുന്നു ജോയിന്റ് ഡയറക്ടർ. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ലിസ്റ്റ് റദ്ദാക്കണമെന്ന് പ്രതിഷേധക്കാർ. ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതാണ്. ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഇല്ല.
ഒരുപാട് ഡബിൾ എൻട്രി വന്നിട്ടുണ്ട്. സബ് കളക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റാണിത്. ഇതിൽ ഈ ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ 700ഓളം കുടുംബങ്ങൾ ഇനി ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. 1-2 അപാകതല്ല, 70ഓളം അപാകത ഒരൊറ്റ വാർഡിന്റെ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയണം. തുടർന്ന് ADM സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. രാവിലെ 10 മണിയോടെ തുടങ്ങിയ പ്രതിഷേധം 4 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. പ്രതിഷേധക്കാർക്ക് ADM നൽകിയ ഉറപ്പുകൾ ഇങ്ങനെ: DDMA കൂടിയിട്ടാണ് നമ്മൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ DDMA കൂടിയിട്ടുള്ള അതിലുള്ള അപാകതകൾ ഉടനടി പരിഹരിക്കും. വാസയോഗ്യമായ സ്ഥലം അല്ലാത്ത സ്ഥലം എന്ന് വേർതിരിച്ചിട്ടുള്ള ഒരു കാര്യം വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ആ രീതിയിൽ സർവേ ചെയ്ത് അതിൽ എത്രത്തോളം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് അതിനുള്ളൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നതായിരിക്കും. പുറത്തു വന്നത് കരട് പട്ടിക മാത്രമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പിശക് സംഭവിച്ചതിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഈ 2 ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും. ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും. ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. ജില്ലാതലത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ച പട്ടികയാണ് പുറത്തുവന്നത്. അർഹരായ ഒരാളെയും ഒഴിവാക്കില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 വയനാട്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം നീക്കം ചെയ്യാൻ കേരളത്തിൽ നിന്ന് വൻ സംഘം. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ 20ഓളം ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട്. തൊഴിലാളികളടക്കം 70 അംഗ സംഘം നാളെ തിരുനെൽവേലിയിലെത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, അങ്ങനെ ഒടുവിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. എങ്ങനെയായിരിക്കും ഈ മാലിന്യ നീക്കം? അതിനുള്ള പദ്ധതി തയ്യാറായിട്ടുണ്ടോ? എത്ര പേർ പോകുന്നുണ്ട്? ഏതൊക്കെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ? പ്രവൃത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒടുവിൽ ആ മാലിന്യം നീക്കാൻ, അതായത് സംസ്ഥാനത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മാലിന്യം നീക്കാൻ കേരളം തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടുക്കല്ലൂർ, കൊടകലന്നൂർ ഗ്രാമങ്ങളിലായിരുന്നു കേരളത്തിലെ RCC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ബയോമെഡിക്കൽ മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് തള്ളിയത്. ഏതാണ്ട് 3 പഞ്ചായത്തുകളിലായി പലതരത്തിലുള്ള മാലിന്യങ്ങൾ, കല്ലൂർ, പളവൂർ, കൊണ്ടാനഗരം പഞ്ചായത്തുകളിലായിരുന്നു 11ഓളം മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായത്. പിന്നീട് കടുത്ത വിമർശനം അത് ഹരിത ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സംഘമെത്തി ആ മാലിന്യം നീക്കം ചെയ്യാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ നൽകിയ വാർത്ത പോലെ തന്നെ അതിൽ ഈ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അടക്കം തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ 20ഓളം ഉദ്യോഗസ്ഥർ നാളെ തിരുനെൽവേലിയിലെ സംഭവ സ്ഥലത്തേക്ക് എത്തും. തൊഴിലാളികളടക്കം 70 അംഗ സംഘം നാളെ തിരുനെൽവേലിയിലെത്തി മുഴുവൻ പ്രദേശത്തെയും മാലിന്യം നീക്കം ചെയ്യാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാലിന്യം ചെയ്യുന്നവ അത് തമിഴ്നാട്ടിൽ സംസ്കരിക്കുന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയില്ല. ക്ലീൻ കേരളയുടെ ഗോഡൌണുകളിൽ ഈ മാലിന്യങ്ങൾ എത്തിക്കും. അതിനുശേഷം വേർതിരിച്ച് സംസ്കരിക്കാനാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തിരുവനന്തപുരം സബ് കളക്ടർ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ക്ലീൻ കേരള കമ്പനിക്കും നഗരസഭയ്ക്കുമാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ചുമതല. പ്രവിത. ശ്രീ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം നീക്കം ചെയ്യാൻ കേരളത്തിൽ നിന്ന് വലിയ സംഘം പുറപ്പെടുകയാണ്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അടക്കം തൊഴിലാളികളടക്കം ഈ സംഘത്തിലുണ്ട്. 70ഓളം പേർ നാളെ തിരുനെൽവേലിയിലേക്ക് പുറപ്പെടുമെന്നാണ് ഷഫീദ് റാവുത്തർ നൽകുന്ന വിവരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MT. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ MTയെ ആശുപത്രിയിലെത്തി കണ്ടു. ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. ഇപ്പം ബെറ്റർ സൈനാണ്. ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ സൈനാണ് ഇന്ന് കാണുന്നത്. അതും ഒരു അത്ഭുതം പോലെയാണ് പറഞ്ഞു. ഇന്നലെ കുറച്ച് മോശമായിരുന്നു, ഇന്ന് കുറച്ച് ബെറ്ററായിട്ട്, വളരെ അത്ഭുതകരമായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കാം. ഒരുപാട് നമുക്ക് വേണ്ടി നമ്മുടെ സ്വാർത്ഥത കൊണ്ട് അദ്ദേഹം ഒരുപാട് വേദന എടുക്കരുത് എന്നും ആഗ്രഹിക്കുന്നു. തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു വീണ്ടും സജീവമായിട്ട്. സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റുകളുടെ മെറിറ്റ് അട്ടിമറി അവസാനിപ്പിക്കാൻ സർക്കാർ. നഴ്സിംഗ് അഡ്മിഷൻ നിയന്ത്രണം ഏറ്റെടുത്തും അഡ്മിഷൻ നടപടികളിൽ വ്യക്തത വരുത്തിയും ആരോഗ്യവകുപ്പ് സർക്കുലർ ഇറക്കി. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കും നഴ്സിംഗ് കൌൺസിലിനും സീറ്റുകൾ വിഭജിച്ച് നൽകാനോ അഡ്മിഷൻ തീയതി നീട്ടി നൽകാനോ അനുവാദമുണ്ടാകില്ല. 24 ബിഗ് ഇംപാക്ട്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകളായ വാളകം മേഴ്സി കോളേജും വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജും മെറിറ്റ് അട്ടിമറിക്കാൻ നടത്തിയ നീക്കം 24 പുറത്തു കൊണ്ടുവന്നു. ഈ വാർത്തയെ തുടർന്ന് മേഴ്സി കോളേജിന് അധികമായി അനുവദിച്ച 30 സീറ്റ് സർക്കാർ റദ്ദാക്കി.
24 സൂപ്പർ ഇംപാക്ട്. നഴ്സിംഗ് സീറ്റുകളിൽ മെറിറ്റ് അട്ടിമറിച്ച് പ്രവേശനം. വിദ്യാഭ്യാസം കച്ചവടമാക്കിയവരെ തുറന്നു കാട്ടി 24. പിന്നാലെ ഇത്തരം ക്രമവിരുദ്ധമായ നടപടികൾ നടക്കാതിരിക്കാൻ കൂടുതൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പും സർക്കുലർ ഇറക്കി. ഇതുപ്രകാരം സ്വകാര്യ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ നടപടികളുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാരിനായിരിക്കും. മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണം, അതായത് സീറ്റ് മെട്രിക്സ്, സർക്കാർ തീരുമാനിക്കും. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചു നൽകുന്നത് സർക്കാർ സീറ്റ് മെട്രിക് തീരുമാനിച്ച ശേഷം മാത്രം. സീറ്റ് മെട്രിക്സ് തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കാതെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഇടപെടാൻ കഴിയില്ല. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി സർക്കാർ തീരുമാനിക്കും. നഴ്സിംഗ് കൗൺസിലിനോ ആരോഗ്യ സർവകലാശാലയ്ക്കോ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കോ അഡ്മിഷൻ തീയതി നീട്ടി നൽകാനാകില്ല. സർക്കാർ സീറ്റിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയാൽ അത്തരം സീറ്റുകളിൽ അംഗീകാരം നൽകാൻ പാടില്ല. സീറ്റ് അനുവദിച്ചു നൽകുന്നത് പൂർണ്ണമായും ആശുപത്രിയിലെ കിടപ്പ് രോഗികളുടെ എണ്ണം അനുസരിച്ച് മാത്രമായിരിക്കണമെന്നും ആരോഗ്യവകുപ്പ് സർക്കുലറിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചു. സംഘടനാ വീഴ്ചകൾ തിരുത്തണം. SFIക്കും DYFIക്കും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലും ഹോസ്റ്റലിലും നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ബഹുജന സംഘടനകളിലെ അംഗത്വ കണക്കുകൾ വ്യാജമാണ്. DYFI യൂണിറ്റുകൾ നിർജീവം. MR അജിത് കുമാറിനെ DGP ആക്കാൻ പാടില്ലായിരുന്നുവെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ഏറ്റവും മോശപ്പെട്ട ന്യൂനപക്ഷ വർഗീയ ഘടകങ്ങളായിരുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചതും വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണെന്നും വിജയരാഘവൻ ആരോപിച്ചു. അടിക്കടിയുള്ള വിജയരാഘവന്റെ വിവാദ പ്രസ്താവനകൾ CPIMന് തലവേദനയാവുകയാണ്. CPIM വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരായ വിജയരാഘവന്റെ പരാമർശമുണ്ടായത്. പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതിൽ? അവരെല്ലാം അല്ലേ? എല്ലാവരും എന്തിനാണ് കാറിൽ പോകുന്നത്? അമ്മായിയമ്മയെ കാണാനാണോ എന്ന വിവാദ പ്രസ്താവനയ്ക്ക് ശേഷമാണിത്. സംസ്ഥാന നേതൃത്വം ആലങ്കാരി പ്രതികരണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും വിജയരാഘവന്റെ പ്രസ്താവനകൾ CPIMന് തലവേദനയായിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ആലത്തൂരിലെ ജനവിധിയെ തന്നെ നിർണ്ണയിക്കുന്ന ഘടകമായി വിജയരാഘവന്റെ പ്രസ്താവന മാറിയിരുന്നു. നിലമ്പൂരിലെ പ്രസംഗത്തിലെ വനിതാ മാധ്യമപ്രവർത്തകരായ പരാമർശവും വിവാദമായിരുന്നു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ പരോക്ഷമായി അനുകൂലിക്കുന്ന പ്രതികരണവും വിവാദമായിരുന്നു. സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുമ്പോഴായിരുന്നു വിജയരാഘവന്റെ ആ പ്രതികരണം. 24, തിരുവനന്തപുരം. NSSനെ വാനോളം പുകഴ്ത്തിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ സ്വാഗതം ചെയ്തും പ്രതിപക്ഷ നേതാവ് VD സതീശൻ NSSനോട് തനിക്ക് അകൽച്ചയില്ല എന്നും സംഘപരിവാറിനെ അകറ്റി നിർത്തുന്നതിൽ മികവ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് NSS എന്നുമാണ് പ്രതികരണം. തനിക്കെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ പോസിറ്റീവായി കാണുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. സാമുദായിക സംഘടനകളുടെ പിന്തുണ അരക്കിട്ടുറപ്പിക്കുകയാണ് VD സതീശൻ. ഹൈന്ദവ സംഘടനകൾക്കിടയിൽ സംഘപരിവാർ നുഴഞ്ഞു കയറുമ്പോൾ NSS സ്വീകരിച്ചത് ധീരമായ നിലപാട്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. ചെന്നിത്തലയ്ക്കുള്ള NSSന്റെ ക്ഷണം പോസിറ്റീവ്. NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു. നല്ല കാര്യമല്ലേ? ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമില്ല. ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ചുള്ള വിമർശനത്തെ VD സതീശൻ സ്വാഗതം ചെയ്തു. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും. VD സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള, എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തിയുള്ള സതീശന്റെ കരുതലോടെയുള്ള നീക്കം. 24, കൊച്ചി. തൃശൂർ പൂരനഗരിയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ PR ഏജൻസി സിഇഒയെ ചോദ്യം ചെയ്ത പോലീസ്. വരാഹി അസോസിയേറ്റ് സിഇഒ അഭിജിത്തിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തത്. തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപിക്കെത്താൻ ആംബുലൻസ് വിളിച്ചു നൽകിയത് അഭിജിത്താണെന്ന് ആംബുലൻസ് ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് അഭിജിത്തിനെ കേസിൽ പ്രതിയാക്കിയത്. ശനിയാഴ്ച രാവിലെ 10:30യോടെയാണ് അഭിജിത്ത് ചോദ്യം ചെയ്യലിനായി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നിയന്ത്രിച്ചിരുന്നത് വരാഹ അസോസിയേറ്റ്സ് ആയിരുന്നു.
വരാഹയുടെ CEO ആണ് അഭിജിത്ത്. പൂരനഗരിയിലെത്താൻ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് നൽകിയ പരാതിയിലാണ് നടപടി. 24 തൃശൂർ. ക്രിസ്മസ് പുതുവത്സരാഘോഷ നാളുകളിൽ വിപണി ഇടപെടലുമായി ഭക്ഷ്യവകുപ്പ്. സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകൾ പ്രവർത്തനം തുടങ്ങി. സബ്സിഡി സാധനങ്ങൾക്കൊപ്പം ശബരിയുടെയും മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമാണ് ഫെയറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൻ വിലക്കുറവും ഓഫറുകളുമായാണ് സപ്ലൈകോ ക്രിസ്മസ് ഫെയറുകൾ തുടങ്ങിയത്. എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്തെ പ്രധാന സൂപ്പർ മാർക്കറ്റ് സപ്ലൈകോ ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 30% വരെ വിലക്കുറവാണ് സപ്ലൈകോയിൽ നൽകുക. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവുണ്ട്. ജനങ്ങൾക്കിടയിലും ആദ്യ ദിനം ക്രിസ്മസ് ഫെയറുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പൊതുവെ നോക്കണമെങ്കിൽ വിലക്കുറവ് തന്നെ, പക്ഷേ എല്ലാ ഐറ്റവും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇന്നിപ്പോൾ എല്ലാ സാധനം വരുന്നുള്ളൂ. എല്ലാ സാധനം എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനം കിട്ടി. 13 ഐറ്റവും എല്ലാം ആയിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾ വാങ്ങിച്ചത് വെളിയിലെങ്കിലും വില കുറവുണ്ട്. 10 രൂപ 15 രൂപയുടെ വ്യത്യാസം. ജില്ലാ ഫെയറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് 2:30 മുതൽ 4 വരെ ഫ്ലാഷ് സെയിൽ നടക്കും. സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ നൽകുന്ന ഓഫറിനേക്കാൾ 10% വരെ അധിക വിലക്കുറവ് ഈ സമയത്ത് ലഭ്യമാകും. രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ് ഫെയർ. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 മരണം. പാലക്കാട് പുതുപ്പരിയാരത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കണ്ണൂരിലും കൊച്ചിയിലും പത്തനംതിട്ടയിലുമുണ്ടായ അപകടങ്ങളിൽ ബൈക്ക് യാത്രികർക്കാണ് ജീവൻ നഷ്ടമായത്. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിക്ക് മുൻപിലായിരുന്നു 2 പേരുടെ ജീവനെടുത്ത അപകടം. ബൈക്ക് യാത്രക്കാരായ മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിഷാദ് എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ പീലാത്തറയിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടത്തിൽ യുവാവ് മരിച്ചു. കുളപ്പുറം സ്വദേശി ആദിത് ആണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. വെൺമണി സ്വദേശി അർജുൻ V ജയനാണ് മരിച്ചത്. കൊച്ചി മുളന്തുരുത്തി എരിവേലിയിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് മുളന്തുരുത്തി സ്വദേശി അരുൺ രാജൻ മരിച്ചു. ബൈക്കിൽ നിന്നും വീണപ്പോൾ സമീപത്തുണ്ടായിരുന്ന പോസ്റ്റിലെ കമ്പി കഴുത്തിൽ തുളഞ്ഞു കയറുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ചുങ്കത്ത് KSRTC ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. കൊല്ലം മൈലാപ്പൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക് 24. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ കേസിൽ മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി നിതിൻ ജോർജ്, ട്രക്ക് ഡ്രൈവർ ചെല്ലദുരൈ എന്നിവരാണ് അറസ്റ്റിലായത്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സൂപ്പർവൈസറാണ് നിതിൻ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, കേരള സ്റ്റേറ്റ് മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സൂപ്പർവൈസർ ഉൾപ്പെടെയാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് തേടാനായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിധ, കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ ആദ്യമായി ഒരു മലയാളി പിടിയിലായിരിക്കുന്നു. ഒരു മലയാളി ഉൾപ്പെടെ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിലൊന്ന് കണ്ണൂർ സ്വദേശി നിതിൻ ജോർജ് ആണ്. ഇയാളൊരു സ്വകാര്യ മാലിന്യ സംസ്കരണ കമ്പനിയുടെ സൂപ്പർവൈസറാണ്. അതായത് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന കേരള സ്റ്റേറ്റ് മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊരു സ്വകാര്യ കമ്പനിയാണ്. ഈ കമ്പനിയുടെ സൂപ്പർവൈസർ ഉൾപ്പെടെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ട്രക്ക് ഡ്രൈവർ, ഈ മാലിന്യം കൊണ്ടുവന്ന ട്രക്കിന്റെ ഡ്രൈവർ ചെല്ലതുറയും അറസ്റ്റിലായിരിക്കുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. നേരത്തെ തിരുനെൽവേലി സ്വദേശികളായ 2 ഏജന്റുമാർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ട്രക്ക് ഓടിച്ചിരുന്നയാളും ഒപ്പം തന്നെ സൂപ്പർവൈസറും പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കേസിൽ ആദ്യമായിട്ടൊരു മലയാളി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. കേസിൽ ഒരു മലയാളി കൂടി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ കേസിൽ മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ക്രിസ്മസ് കാലം ആഘോഷമാക്കാൻ ഫ്ലവേഴ്സും 24ഉം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമവും ചേർന്നൊരുക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. വിജയികളെ നാളെ പ്രഖ്യാപിക്കും.
ക്രൈസ്തവ സഭകളുടെ സംഘടനയായ ആക്സുമായി ചേർന്നാണ് കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചത്. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഉദ്ഘാടനം ചെയ്തു. പതിനാറ് ഗ്രൂപ്പുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ഒരു പ്രത്യേകത ഈ ക്രിസ്മസ് കരോൾ മത്സരം ഏതാണ്ട് 14-15 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. രാവിലെയും 8-10 ടീമുകൾ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഈ സമയം കൂടുതൽ ഇതിനുവേണ്ടി വിനിയോഗിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളതിൽ ലിമിറ്റ് ചെയ്യുകയായിരുന്നു. ആക്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷേർലി സ്റ്റുവർട്ട്, ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, സംവിധായകൻ ബൈജു കൊട്ടാരക്കര ഉൾപ്പെടെയുള്ളവർ പരിപാടിയുടെ ഭാഗമായി. ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന സർവമത സമ്മേളനം നാളെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ സൂപ്പർ ബാൻഡുകളുടെ മ്യൂസിക് റിയാലിറ്റി ഷോയും സിനിമാ സീരിയൽ പ്രവർത്തകരുടെ പങ്കാളിത്തവും ഫെസ്റ്റിലുണ്ടാകും. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 11 മണിവരെയാണ് ഫെസ്റ്റിലേക്കുള്ള പ്രവേശനം. 24 തിരുവനന്തപുരം. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.